എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ. അപ്പോൾ ഉറക്കം നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷേ പഠിക്കുന്ന സമയത്ത് ഉറങ്ങുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മളുടെ എയിം എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ആ സമയത്തുള്ള ഉറക്കത്തിന് പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ എങ്ങനെ ഈ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് വരുന്ന ഈ ഒരു ഉറക്കത്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? അപ്പോൾ ആദ്യം അതിന് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങേണ്ട സമയം എപ്പോഴാണ്? നൈറ്റിൽ അല്ലേ. അപ്പോൾ നൈറ്റിൽ മിസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് നൈറ്റിലുള്ള ആ ഒരു ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളുടെ ആപ്പിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണണം. ഓക്കെ. അപ്പോൾ നൈറ്റിൽ നമ്മൾ മിനിമം എത്ര ഉറങ്ങണം? ഒരു 7 to 8 hours നമ്മൾ കമ്പൽസറി ആയിട്ട് ഒരു ഹെൽത്തി സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരില്ല? നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറക്കം തോന്നില്ല. നൈറ്റിൽ നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഈ ഒരു കാര്യം മിസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അറിയാത്തവർ അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവർ അത് കാണും. ആവശ്യത്തിന് വെള്ളം, അതായത് മിനിമം 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം. ഇനിയിപ്പോൾ സമ്മറാണ് വരാൻ പോകുന്നത്, വേനൽക്കാലമാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒന്നും മതിയാവില്ല, ഇതിലും കൂടുതൽ കുടിക്കണം. അപ്പം ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ ബ്രെയിനിന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്തായാലും എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കായാലും ഏത് സമയത്തും, അതിനിപ്പോൾ പഠിക്കണം എന്നൊന്നുമില്ല, ഏത് സമയത്തും ഉറക്കം വരും. ഇനിയാണ് നമ്മൾ നമ്മളുടെ മെയിൻ പോയിൻറ്റ്സിലേക്ക് പോകുന്നത്. നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നതെന്നുള്ള ഒരു മെയിൻ കാര്യം നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റിലല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ബിരിയാണി കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പഠിക്കാനിരുന്ന് നോക്കൂ, നമുക്ക് ഉറക്കം വരും. കാരണം എന്തുകൊണ്ടാണ്? അതിനകത്ത് നന്നായിട്ട് ഫാറ്റിൻ്റെ കണ്ടൻറ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനിരുന്ന് നോക്കൂ, നമുക്കൊരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ പഠിക്കുന്ന സമയത്ത് അതെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യണോ മിസ്സേ? അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? കഴിവതും ഇങ്ങനത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം. ദെൻ നമ്മളുടെ ഫുഡിൽ തന്നെ അധികം നമ്മളെ മടുപ്പിക്കാത്ത ഫാറ്റി കണ്ടൻറ്റ് കുറവുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാം. അത് ഒരു ടെക്നിക്കാണ് നമുക്ക് എങ്ങനെ ഉറക്കം കളയാമെന്നുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടെക്നിക്കാണ് മിസ്സ് പറയാൻ പോകുന്നത്. ഇത് മിസ്സ് എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. കാരണം എപ്പോഴായാലും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉറക്കം വരുമ്പം ചെയ്യുന്നതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ദാറ്റ് ഈസ് ടേക്ക് പവർ നാപ്സ്. പവർ നാപ്സ് എന്ന് പറയുമ്പോഴേക്കും പവർ നാപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഉറങ്ങുന്നതെന്നല്ലേ. അപ്പം നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. നമ്മൾ പലതും ചെയ്തു നോക്കി, നമ്മൾ വെള്ളം കുടിച്ച് നോക്കി, അത് ചെയ്തു നോക്കി, ഇത് ചെയ്തു നോക്കി, എന്നിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പം നമ്മൾ അതിനെ ഫുൾ റെസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. നമ്മളുടെ ബോഡിക്ക് ഒരു ഇച്ചിരി എന്ത് വേണം? റെസ്റ്റ് വേണം എന്നാണത് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? ടേക്ക് എ പവർ നാപ്പ്. പവർ നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഒരു 20 to 30 minutes നമ്മൾ പോയി അങ്ങ് ഉറങ്ങാം. നല്ല ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20-30 മിനിറ്റ് ഉറങ്ങാം. ഓക്കെ. നല്ലൊരു ടെക്നിക്കല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് പറയുന്നത് നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ഫോണൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒന്ന് ഹാങ് ആയി കഴിഞ്ഞാൽ അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യണം, അല്ലെ ഒന്ന് റീബൂട്ട് ചെയ്യേണ്ടി വരും. അതേപോലെയാണ് ഈ പവർ നാപ്പിൻ്റെ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അങ്ങനെ ഒരു സ്ലീപ്പ് എടുക്കുമ്പോൾ, ഒരു 20 to 30 minutes സ്ലീപ്പ് എടുക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്താവും? ഒന്ന് റീബൂട്ടാവും. ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കാനിരിക്കരുത്. ഒരു 20-30 മിനിറ്റ് ഉറങ്ങുക. അതിൽ കൂടരുത്. അലാം വെച്ചിട്ട് വേണം ഉറങ്ങാൻ. അലാം കേട്ടാൽ എഴുന്നേറ്റ് ഓഫ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനിയത്തിനോടോ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഒന്ന് പറയാം. സോ ഭയങ്കരമായിട്ട് ഉറക്കം വരുമ്പോൾ ടേക്ക് എ പവർ നാപ്പ്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഒരുപാട് നേരം അറ്റേ സ്ട്രെസ് ഇരുന്ന് പഠിക്കാൻ നോക്കരുത്. ആ ഒരു കാര്യം നമ്മൾ പറയും, ഞാൻ 5 മണിക്കൂർ പഠിച്ചു, ഞാൻ 6 മണിക്കൂർ പഠിച്ചു, അത് വലിയൊരു കാര്യമല്ല.
ചിലപ്പോൾ നമ്മൾ അത്രയും നേരം ഇരുന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്തത് വളരെ കുറച്ച് സമയമായിരിക്കും. അപ്പം നമ്മളുടെ ബ്രെയിനിന് ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഒരു 2 hours. ആ 2 hours തന്നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. ഓരോ 25 minutes കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 minute ബ്രേക്ക് എടുക്കണം. അങ്ങനെ ആ ഒരു 2 hours നമ്മൾ വീണ്ടും 4 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 2 hours കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് എന്തെങ്കിലും റിലാക്സ് ചെയ്യാം. നമ്മളെല്ലാ വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കുക, പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടിറങ്ങി വരാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 5-6 മണിക്കൂർ പഠിക്കാനിരിക്കരുത്. അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ നമ്മളെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും. സോ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യം മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പഠിക്കുന്ന സമയത്ത് ഉറക്കെ വായിച്ച് സൈഡ് ബൈ ഒരു നോട്ട് എഴുതിക്കൊണ്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെ എഴുതുമ്പം നമ്മളുടെ മെമ്മറൈസേഷൻ ടെക്നിക്കിൽ കൂടി പറഞ്ഞു തന്നതാണ്. ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് കൂടിയാണ്. പിന്നെ നമ്മളിങ്ങനെ നോട്ട് പാസീവായിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. പക്ഷെ നമ്മൾ സൈഡ് ബൈ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ, നമ്മളുടെ ബോഡി എവേക്കൻഡ് ആയിരിക്കും, നമ്മളുടെ ബോഡി ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും, ദെൻ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ ആ കാര്യം ചിന്തിക്കണം, നമ്മളത് അനലൈസ് ചെയ്തിട്ട് വേണം അത് ഷോർട്ട് നോട്ടായിട്ട് എഴുതാൻ. ചുമ്മാ കേട്ടിരിക്കുമ്പോൾ എന്താണ്, കേട്ട് നല്ല കോൺസെൻട്രേറ്റ് ആയിരിക്കുന്നെങ്കിൽ വർക്ക് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കി എഴുതുമ്പോൾ എന്താ, നമ്മുടെ ബോഡി എൻഗേജ്ഡ് ആണ്, നമ്മൾ ഉണർന്നിരിക്കുകയാണ്. അല്ലാത്തൊരാൾക്ക് ഇന്നെല്ലാം എഴുതാൻ പറ്റില്ല. സോ അങ്ങനെ നോട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്, എപ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ സോണിലിരുന്ന് പഠിക്കരുത്. ഓക്കെ, എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളുടെ ടേബിളിൽ, ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിലിരുന്ന് പഠിക്കുക. ഒരു കാരണവശാലും ബെഡിലിരുന്ന് പഠിക്കരുത്. ഓക്കെ, ബെഡ് എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബെഡിലിരുന്ന് പഠിക്കുമ്പം നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഉറങ്ങുന്ന സ്ഥലമാണോ അതോ പഠിക്കുന്ന സ്ഥലമാണോ എന്നുള്ളത്. സോ ബ്രെയിനിന് ഈസി ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലം സെപ്പറേറ്റും ഉറങ്ങുന്ന സ്ഥലം സെപ്പറേറ്റും വെക്കുക. അപ്പം മിസ്സാണെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മളേക്കും എന്നാൽ കുറച്ചൊന്ന് ബെഡിലിരുന്ന് പഠിക്കാം. അപ്പോൾ എന്താ കുഴപ്പം, ബെഡിലിരുന്ന് ഞാൻ ഇരുന്ന് പഠിക്കാനല്ല, ആദ്യം നമ്മൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എന്താണെന്നാലും ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, ഞാൻ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ പൊസിഷൻ പതിയെ ഷിഫ്റ്റ് ചെയ്യും, നമ്മൾ ചെരിഞ്ഞിരുന്ന് പഠിക്കും. അടുത്തത് എന്തായിരിക്കും, നമ്മൾ പറയും ഇങ്ങനെ ചാരിയിരിക്കും. നമ്മൾ ചാരി 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 നമ്മളുടെ പൊസിഷൻ പിന്നെ ബെഡിൽ അങ്ങോട്ട് കിടക്കും. ആൻഡ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും, കിടന്ന് ഇങ്ങനെ ബുക്ക് വായിക്കും. ആൻഡ് ബുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് വന്ന് അടിക്കുമ്പോഴായിരിക്കും നമ്മൾ ഉറക്കത്തിലാണെന്നുള്ള ആ ഒരു ഞെട്ടൽ നമുക്ക് ഉണ്ടാവാം. സോ ഒരു കാരണവശാലും ഭയങ്കര കംഫർട്ടബിൾ സോണിലിരുന്ന് പഠിക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് ലീഡ് ചെയ്യുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ബെഡ്റൂമിൽ, നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്ത് ബെഡിലിരുന്ന് പഠിക്കാതിരിക്കുക, സ്റ്റഡി ടേബിളിലിരുന്ന് പഠിക്കുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പഠിക്കുന്ന സ്പോട്ട് ചേഞ്ച് ചെയ്യുക. എപ്പോഴും ഒരേ സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ ആ സ്പോട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. അങ്ങനെ സ്പോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആലോചിക്കണം, സ്റ്റഡി ടേബിളിൽ നേരെ ബെഡിലേക്ക് ആവരുത് ചേഞ്ച് ചെയ്യുന്നത്, വേറൊരു സ്ഥലത്തായിരിക്കണം. അത്ര കംഫർട്ടബിൾ ആവരുത്, ടൂ കംഫർട്ടബിൾ, ഭയങ്കരമായ കംഫർട്ടബിൾ സോണിലാവരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന സ്ഥലത്താക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നമുക്ക് ഉറക്കം വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലേ. ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടീച്ചറോട് പെർമിഷൻ ചോദിച്ചിട്ട് ബസ് ഒന്ന് മുഖം കഴുകി വരട്ടെ, അല്ലെങ്കിൽ സാർ ഒന്ന് മുഖം കഴുകാൻ പോട്ടെ എന്നൊക്കെ പറയാറുണ്ട്. സോ നമുക്ക് വാഷ് ചെയ്യാം, മുഖം വാഷ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. ഓക്കെ, ഇത് മിസ് വാഷ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഒരു തവണ നമ്മൾ എക്സാമിനറിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കം വന്നപ്പം എലൻ സാറാണ് അങ്ങനെ പറഞ്ഞത് ഐസ് ക്യൂബ് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ ഐസ് ക്യൂബ് ഉപയോഗിച്ചപ്പോഴും ഒരു കുറച്ചുകൂടി നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐസ് ക്യൂബ് ആണെങ്കിൽ ഐസ് ക്യൂബ് യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇത് നമ്മളുടെ ഇപ്പം നമ്മളെല്ലാവരും എന്താണ്, ഓൺലൈൻ ലേണിംഗ് ആണ്, മൊബൈൽ ഫോൺ ലാപ്ടോപ്പൊക്കെ ആണല്ലോ നമ്മൾ മെയിനായിട്ട് നമ്മളുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് എന്താണ് ചെയ്യുന്നത്, നമ്മളെ ഫോണിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാൻ കാരണമാവും. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബ്ലൂ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പതിയെ ക്ഷീണം വരാൻ തുടങ്ങും, കണ്ണിന് പ്രശ്നമാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ണട കിട്ടും, അത് യൂസ് ചെയ്യും. ഓക്കെ, പവറുള്ള ഗ്ലാസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും.
നോർമലി ഒരു ഗ്ലാസ്സും ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഗ്ലാസ് വാങ്ങിക്കാം. അത് നമ്മളുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അലൻ സാറും മിസ്സും അലക്സ് സാറും കിരൺ സാറും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല എഫക്റ്റീവുമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ സ്റ്റഡി ടോപ്പിക്സ് റൊട്ടേറ്റ് ചെയ്യാം. ഇത്രയും നേരം എനിക്കിഷ്ടമാണ് ബയോളജി, ഞാൻ 5-6 മണിക്കൂർ ഇരുന്ന് ബയോളജി പഠിക്കുന്ന എന്തായാലും മടുക്കും. അപ്പോൾ ഒരു കുറച്ച് നേരം ഒരു 2 hours ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കെമിസ്ട്രി പഠിക്കാം, പിന്നെ മാത്സ് പഠിക്കാം, പിന്നെ ഫിസിക്സ് പഠിക്കാം, ലാംഗ്വേജ് സബ്ജക്ട്സ് എടുക്കാം. അങ്ങനെ സ്റ്റഡി ടോപ്പിക്സ് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എഫക്റ്റീവായ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, താങ്ക് യു.